പ്രചാരണ കോലാഹലങ്ങൾക്കും വോട്ടെടുപ്പിനും ശേഷം കുറച്ചുകൂടി വ്യക്തമായി കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ഇപ്പം എല്ലാവരും നമ്പറൊക്കെ വെച്ച് പറയുന്നുണ്ടല്ലോ, ആ ഒരു ഹൈ നമ്പറിലേക്ക് പോകും എന്നാണ് എൻ്റെയും ഇപ്പോഴത്തെ അഭിപ്രായം. കാരണം വെച്ചാൽ ബൂത്തിൽ നിന്നുള്ള ആ ഒരു പ്രൊപ്പോർഷൻ നോക്കിയാൽ വലിയ വ്യത്യാസം വരും. മലപ്പുറത്തും വേങ്ങരയിലുമടക്കം പ്രതീക്ഷിച്ച രീതിയിൽ പോളിംഗ് നടന്നു. ഇടത് അനുകൂല മേഖലകളിൽ പോളിംഗ് കുറവാണ്. ഇവ വിജയത്തിൻ്റെ ആക്കം കൂട്ടും. ദേശീയ രാഷ്ട്രീയമാണ് ഇപ്പോൾ മനം നിറയെ. ഇപ്പോൾ മുമ്പിലുള്ള ദീർഘിച്ച യാത്രയെക്കുറിച്ചുള്ള ചിന്തയേ ഉള്ളൂ. ഇന്ത്യൻ പോളിറ്റിക്സ് അതിൻ്റെ വരും വരായികൾ, കേരള പൊളിറ്റിക്സല്ലേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വരും വരായികളും ഒക്കെ നീന്താൻ തീരുമാനിച്ചാൽ പിന്നെ ആഴം നോക്കേണ്ട കാര്യമില്ല. ആഴം നോക്കാതെ നീന്ത് തന്നെ. ഇംഗ്ലീഷിനൊപ്പം ഹിന്ദിയും അല്പം കയ്യിലുള്ളതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാകും. സ്കൂളിലും കോളേജിലൊക്കെ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. ഹിന്ദിയും അത്യാവശ്യമല്ല, പക്ഷേ നിരന്തരം ഉപയോഗിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ ഞാൻ കോളേജ് വിട്ട് വന്നതിന് ശേഷം കുടുംബ ബിസിനസ്സിലുണ്ടായിരുന്നു. ആ ബിസിനസ് ബോംബെ കണക്ഷൻ ഉള്ള ടെക്സ്റ്റൈലായിരുന്നു. അതുകൊണ്ട് നന്നായി ഹിന്ദി സംസാരിക്കാൻ എനിക്കറിയാം, അത് കുഴപ്പമില്ല. പക്ഷേ കുറേ കാലമായിട്ട് ഹിന്ദി യൂസ് ചെയ്യാത്തതിൻ്റെ അത് 2 ദിവസം സംസാരിച്ചാൽ പോകും. വോട്ടെടുപ്പിന് ശേഷം ജനറൽ സെക്രട്ടറി KP A മജീദിന്റെ നേതൃത്വത്തിൽ നേതാക്കൾ അവലോകന യോഗം ചേർന്നു. മുഹമ്മദ് നൌഫൽ, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.